ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് മുട്ടച്ചോറ് ഉണ്ടാക്കാം. അതിനാദ്യം കുറച്ച് ക്യാരറ്റ്, ഒരു സവാള, കുറച്ച് ബീൻസ്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കരിവേപ്പിലയും, കുറച്ച് തക്കാളി, ആവശ്യത്തിന് ക്യാപ്സിക്കം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും സവാളയൊക്കെ ഇത്തിരി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴട്ടുക. അടച്ചു വെച്ച് കുറച്ച് നേരം വഴട്ടുക. കുറച്ചൊന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അപ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കയ്ക്കുക നാരങ്ങയുടെ നീരിൻ്റെ ഇത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ ഓണാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ രണ്ട് മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം അടച്ചു വെച്ച് നമ്മൾ ഇളക്കാതിരുന്നിട്ട് പിന്നെ വേണം ഇളക്കാൻ. ഇനി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് തലേദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന റൈസായിരുന്നു. ഈ റൈസ് ഞാൻ ഊറ്റിയെടുത്തതാണ്, അതുകൊണ്ട് നമുക്ക് റൈസ് ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പോ കുരുമുളകോ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല.